എൻ്റെ വത്സല കുണ്ടല സ്വാമികളേ നമ, എൻ്റെ വത്സല കുണ്ടല സ്വാമികളേ നമ, എൻ്റെ വത്സല കുണ്ടല സ്വാമികളേ നമ. നീല, നീ എന്തിനിങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? നമുക്കവനെ കണ്ടുപിടിക്കാം. ഇങ്ങനെ വെറുതെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഓ, ഞാൻ അബിയുടെ കാര്യോർത്തല്ല ഇങ്ങനെ ഇരുന്നേ. നീയും കേൾക്കുന്നില്ലേ ഇത്, ഇവൻ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ? എൻ്റെ വത്സല കുണ്ടല സ്വാമികളേ നമ, എൻ്റെ വത്സല കുണ്ടല സ്വാമികളേ. ഞാനും കേൾക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ? എന്തെങ്കിലും പറഞ്ഞാൽ തലയിലോട്ട് കയറണ്ടേ? പൂത്തിൻ്റെ ചെവിയിൽ വേദം ഒതുന്ന പോലെയാ ഇവനോട് എന്തെങ്കിലും പറഞ്ഞാൽ. അതും ശരിയാ. എനിക്ക് അതല്ല, അബിക്ക് എന്തെങ്കിലും പറ്റിക്കാണോന്ന് ഓർത്തിട്ട് ഒരു സമാധാനമില്ല. നീ ഇങ്ങനെ വിഷമിക്കാതെ. അവനൊന്നും പറ്റി കാണില്ല. അവന് ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വല്ലതും ആയിരിക്കും. എൻ്റെ വത്സല കുണ്ടല സ്വാമികളേ നമ്മ, എൻ്റെ വത്സല കുണ്ടല സ്വാമികളേ നമ്മ. ഓ, എൻ്റെ ചെവി. എടാ മനു, മര്യാദയ്ക്ക് നിർത്തിക്കോ. ഇനി ഇതും നീ പറഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിൽ നിൻ്റെ മോന്തയുടെ ഷേപ്പ് ഞാൻ ഇടിച്ച് മാറ്റും, കേട്ടല്ലോ. ഓ, പിന്നെ എൻ്റെ കൈ എന്താ അപ്പം മാങ്ങ പറിക്കാൻ പോവാ? നിൻ്റെയൊക്കെ പറച്ചിൽ കേട്ടാൽ തോന്നും എനിക്ക് അബീനെ കാണാത്തതിൽ ഒരു സങ്കടവും ഇല്ലെന്ന്. ഞാൻ ഈ അവന് വേണ്ടിയാണ് കുണ്ടലസ്വാമികളോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു പോംവഴിയേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട്. ഞാൻ എന്തായാലും സ്വാമികളെ വിളിക്കാൻ പോവാം. സ്വാമി പറഞ്ഞു തരും അബീനെ കണ്ടുപിടിക്കാനുള്ള പോംവഴി. നിങ്ങൾ എതിർത്താലും എതിർത്തില്ലെങ്കിൽ ഞാൻ വിളിക്കും. ഇതാരാ ഈ ടൈമിൽ? ഇവനാ? ആരാടാ വിളിക്കുന്നത്? സൂര്യയാണോ? അല്ലടാ, ആ മനുവാ. മനുവാ? അവനെന്തിനാ നിന്നെ ഈ ടൈമിൽ വിളിക്കുന്നേ? എനിക്കെങ്ങനെ അറിയാനാ? ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. മനുഷ്യനൊന്ന് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ. എടാ, നീ എന്തിനാ കട്ട് ചെയ്തേ? നീ എടുത്ത് സംസാരിക്കേ. എന്തിനാ അവൻ വിളിച്ചേന്നറിയാമല്ലോ. ഇതെന്താ സ്വാമി വിളിച്ചിട്ട് എടുക്കാത്തേ? വല്ല പോലീസും പൊക്കി കാണും. ആസാമിയല്ലേ, അപ്പോൾ അങ്ങനെ വരാനേ ചാൻസ് ഉള്ളൂ. എൻ്റെ വന്നൊന്ന് കേൾക്കണ്ടെങ്കിൽ അവിടെ മിണ്ടാതിരുന്നോ, അതാ നിനക്ക് നല്ലത്, കേട്ടല്ലോ. ദേടാ, അവൻ പിന്നെ വിളിക്കുന്നുണ്ട്. എടാ, നീ എടുക്ക്, എന്നിട്ട് സ്പീക്കറിലിട്. ഹലോ, എന്താ വത്സ? പ്രമാണം സ്വാമി. എന്ത്? അയ്യോ അല്ല, പ്രണാമ സ്വാമി. അങ്ങനെ. എന്താ വത്സൻ നമ്മെ വിളിക്കാൻ കാരണം? അത് സ്വാമി, അടിയൻ വിളിച്ചത് ഒരു സങ്കടം ബോധിപ്പിക്കാനാ. ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അബി, അവനെ രാവിലെ മുതൽ കാണുന്നില്ല. എടാ, അബീനെ കാണുന്നില്ലെന്ന്? അവനെയും കാണുന്നില്ലെന്നാ? ഹലോ സ്വാമി, സ്വാമി ലൈനിലുണ്ടോ? ഹലോ, എടാ സംസാരിക്ക്. ഹലോ, വത്സ പറഞ്ഞോ. സ്വാമി, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അബി, അവനിന്ന് രാവിലെ മുതൽ കാണുന്നില്ലെന്ന്. കോളേജിൽ ആരോ എന്തൊക്കെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ തൊട്ട് അവനെ കാണാതായ. ഞാൻ സ്വാമിയെ വിളിച്ചത് എനിക്ക് അവനെ കണ്ടുപിടിക്കാൻ സ്വാമി ഒരു വഴി പറഞ്ഞു തരണം. പറ്റില്ലെന്ന് മാത്രം പറയരുത് സ്വാമി. ഞാൻ എത്ര ദക്ഷിണ വേണമെങ്കിലും തരാം സ്വാമി. എനിക്കൊരു വഴി പറഞ്ഞതാ. എടാ, എന്താ ചെയ്യണ്ടേ? അവനൊട്ടൊരു പണി കൊടുത്താലാ? വത്സ, നാം നോക്കിയിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. പക്ഷേ അത് കുറച്ച് കഠിനമാണ്. അത് വത്സൻ ചെയ്തു കഴിഞ്ഞാൽ അബീനെ കണ്ടുകിട്ടുക മാത്രമല്ല ചെയ്യുന്നത്, വത്സന് പിന്നെ ഭാവിയിൽ യാതൊരു ആപത്തും ഉണ്ടാകുകയില്ല. വരുന്ന ആപത്തുകളെല്ലാം വഴിമാറിപ്പോകും. ആണോ സ്വാമി? എന്തു വഴിയാ? എത്ര കഠിനമാണെങ്കിലും ഞാൻ ചെയ്തോളാം. എന്തു വഴിയാ സ്വാമി? അതൊന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതി. നാം പറഞ്ഞു തരാം. വത്സൻ ഇന്ന് പുലരും വരെ ഒറ്റക്കാലിൽ നിന്ന് വത്സല കുണ്ടല സ്വാമി നമ എന്ന് ചൊല്ലണം. ഒറ്റക്കാലിലോ? അതും പുലരും വരെ? അതേ വത്സ, ഇത് ചെയ്ത വത്സന് യാതൊരു ആപത്തും വരികയുമില്ല, അബീനെ കണ്ടുകിട്ടുകയും ചെയ്യും. ശരി സ്വാമി, ഞാൻ എന്തായാലും ഇത് ചെയ്യും, എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും. നല്ലത്. പിന്നെ ഇതിൻ്റെ ദക്ഷിണ ഒരു 10,000 രൂപ ഗൂഗിൾ പേ ചെയ്യാൻ മറക്കല്ലേ, കേട്ടോ വത്സ? ശരി സ്വാമി, ഞാൻ ചെയ്തേക്കാം. എടാ, ഇത് ഇച്ചിരി കൂടിപ്പോയില്ലേ? ആണോ? അവൻ ഇങ്ങോട്ടൊന്ന് വാങ്ങിയതല്ലേ.
ഓം വത്സലകുണ്ടല സ്വാമികളെ നമ. ഓം വത്സലകുണ്ടല സ്വാമികളെ നമ. ഓം വത്സലകുണ്ടല സ്വാമികളെ നമ. ഇതെന്താ? എടാ മനു, നിനക്കെന്താ? നീ എന്താ കാണിക്കുന്നത്? നിനക്കെന്താ വട്ടാണോ? ഓം വത്സലകുണ്ടല സ്വാമികളെ നമ. ഓം വത്സലകുണ്ടല സ്വാമികളെ. എടാ മനു, ഞാൻ നിന്നോടാ ചോദിച്ചേ, നിനക്കെന്താ ചെവി കേൾക്കില്ലേ? നീ എന്തൊക്കെയായി കിടന്ന് കാണിക്കുന്നേ? ഓ, എന്താ ഇവിടെ ഇത്ര ബഹളം? മനുഷ്യനെ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാനും സമ്മതിക്കില്ല. എന്താ എന്താ പ്രശ്നം? ഇതെന്താ പാടത്തെ കോലോ? ഓം വത്സലകുണ്ടല സ്വാമികളെ നമ. ഓം വത്സലകുണ്ടല സ്വാമികളെ നമ. എടാ മനു, നീ എന്തൊക്കെയാ കിടന്ന് കാണിക്കുന്നേ? നിനക്കെന്താ വട്ടായോ? ദേ വട്ട് നിന്റെ മറ്റവന്. ഞാൻ കുറേ നേരമായി ക്ഷമിക്കുന്നു. ഇത് എൻ്റെ കുണ്ടലസ്വാമി പറഞ്ഞു തന്ന മന്ത്രമാണ്. ഇത് പുലരും വരെ ഇങ്ങനെ നിന്ന് ചൊല്ലിയ അബീനെ കണ്ടു കിട്ടുമെന്ന സ്വാമി പറയുന്നത്. അതാ ഞാൻ ചെയ്യുന്നത്. പുലരും വരെയോ? എടാ മനു, നിന്റെ തലയ്ക്കെന്താ ഓളാണോ? നിന്നെ ആരോ നന്നായിട്ട് പറ്റിച്ചതാ. ഇതൊന്നും ചെയ്താൽ ഒന്നും ഉണ്ടാക്കാൻ പോണില്ല. നീ ഇങ്ങനെ പുലരും വരെ ഈ ഒറ്റക്കാലിൽ നിന്നാൽ നിനക്ക് വയ്യാണ്ടാകൂടാ. നീ നിർത്തിക്കേ. നിങ്ങൾ രണ്ടുപേരും എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് നിർത്താൻ പോണില്ല. ഇത് ചെയ്യുന്നത് അബിക്ക് വേണ്ടി മാത്രമല്ല, എനിക്കും കൂടെ വേണ്ടിയാണ്. സ്വാമി പറഞ്ഞിട്ടുണ്ട്, ഞാനിത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്താൽ എനിക്ക് വരാൻ പോണ ദുരിതങ്ങളും വഴിമാറി പോകുമെന്ന്. അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് നിർത്താൻ പോണില്ല. നിങ്ങൾ ചെല്ലാൻ നോക്ക്. എൻ്റെ വത്സലകുണ്ടല സ്വാമികളെ നമ. എൻ്റെ വത്സലകുണ്ടല സ്വാമികളെ നമ. എടാ മനു, നീ പറയുന്നൊന്ന് കേക്ക്. എടാ വേണ്ട, അവനെ നമ്മൾ രണ്ടും എത്ര പറഞ്ഞാലും അത് നിർത്താൻ പോണില്ല. അവന് നല്ല 8ൻ്റെ പണി കിട്ടുമ്പോൾ അവൻ തന്നെ നിർത്തിക്കോളും. ഓ, നേരം വെളുത്തോ? ഇതെവിടുന്ന ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്ന പോലത്തെ സൗണ്ട്? എന്തായാലും എഴുന്നേറ്റ് നോക്കാം. ഇതെവിടുന്ന ഈ സൗണ്ട് കേൾക്കുന്നേ? അബിയുടെ പോക്കറ്റിൽ നിന്നാണല്ലോ സൗണ്ട്. എന്തായാലും നോക്കാം. ഇത് ഫോണാണല്ലോ. ഇതാരുടെ ഫോണാ? അബിയല്ലേ പറഞ്ഞ ഫോൺ എടുത്തില്ലെന്ന്. അപ്പോൾ ഇത് ആരുടെ ആയിരിക്കും? എന്തായാലും നോക്കാം. ഇത് അബിയുടെ ഫോൺ തന്നെയാണല്ലോ. പിന്നെന്താ ഇവൻ ഫോൺ എടുത്തില്ലെന്ന് കള്ളം പറഞ്ഞേ? അതെന്തായിരിക്കും? അബിയോട് തന്നെ ചോദിക്കാം. ഓ, കിടക്കുന്ന കിടപ്പ് കണ്ടോ? എടാ അബി, എഴുന്നേറ്റേ. എടാ അബി. എടാ അബി, നീ ഒന്ന് എഴുന്നേറ്റേ. നേരം വെളുത്തു, എഴുന്നേക്ക്. നേരം വെളുത്തോ ഇത്ര പെട്ടെന്ന്? ഞാൻ കുറച്ചും കൂടെ കിടക്കട്ടെ. വീണ്ടും കിടന്നു. എടാ അബി, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നീ ഒന്ന് എഴുന്നേറ്റേ. നീ ചോദിച്ചോ, ഞാൻ എഴുന്നേറ്റോളാം. എടാ, നിൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ഫോൺ ആരുടെയാ? എന്താ ഫോണാ? അതിന് നീ എന്തിനാ ഇത്ര ഞെട്ടുന്നേ? അത് ആരുടെ ഫോണാ? അത് എൻ്റെ ഫോണല്ല. അത് ആരുടെയാന്ന് എനിക്കറിയില്ല. ഓ, അത് നിനക്കറിയില്ലല്ലേ? പിന്നെ അതെങ്ങനെ നിൻ്റെ പോക്കറ്റിനുള്ളിൽ വന്നത്? ഓ, ചിലപ്പോൾ അത് അറിയാതെ വന്നിരുന്നതായിരിക്കും. ആ ഫോണിൻ്റെ വാൾപേപ്പർ വരെ നിൻ്റെ. നുണ പറയുമ്പോഴേ കുറച്ച് വിശ്വസിക്കാൻ പറ്റുന്ന നുണ പറയണം കേട്ടാ. എൻ്റെ വാൾപേപ്പറോ? അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ. എന്തായാലും ഒന്ന് തന്നെ, ഞാനൊന്ന് നോക്കട്ടെ. ഇത് എൻ്റെ ഫോണാണല്ലോ. ഇതെങ്ങനെ എൻ്റെ പോക്കറ്റിൽ വന്ന്? എന്തായാലും അത്ഭുതമായിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞു നിൻ്റെ അഭിനയം? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അവൻ്റെ ഒരു അത്ഭുതം. ഈ ഫോണിപ്പോൾ എനിക്ക് അത്യാവശ്യമായിപ്പോയി. അതുകൊണ്ട് ഞാൻ നിന്നോടൊന്നും ഇതിനെപ്പറ്റി ചോദിക്കുന്നില്ല. നീ ആ ഫോണിങ്ങി തന്നെ, ഞാൻ അവന്മാരെ ഒന്ന് വിളിക്കട്ടെ. ഇന്നാ. റിങ് ഉണ്ടല്ലോ, ഇവനെന്താ എടുക്കാത്ത? ഇതാരാ വിളിക്കുന്നത്? ഇതാരുടെ നമ്പരാ? ഹലോ, ആരാ? എടാ, ഇത് ഞാനാ, സൂര്യ. സൂര്യ, നീ ഇതെവിടെയായിരുന്നു? നിന്നെ എവിടെയൊക്കെ തപ്പിയെന്നറിയാം ഞങ്ങൾ. നീ ഇതെവിടെ പോയി കിടക്കുമായിരുന്നു? ഞങ്ങൾ രണ്ടുപേരും കൂടി തപ്പാൻ വേറൊരു സ്ഥലം ബാക്കിയില്ല, അറിയാവോ? നീ ഇതെവിടെയാ?
എടാ അതൊക്കെ ഞാൻ പിന്നെ പറയാം. നീ ഇപ്പോഴില്ലേ അഖിലിനെയും കൂടെ കൂട്ടിക്കൊണ്ട് നമ്മുടെ കോളേജിലെ പൂട്ടിയിട്ടിരിക്കുന്ന സ്റ്റോർ റൂമില്ലേ അവിടേക്ക് വാ. പിന്നെ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ്റെ കയ്യിൽ നിന്ന് താക്കോലും കൂടെ വാങ്ങിയിട്ടേ വരാവുള്ളൂ സ്റ്റോർ റൂമിൻ്റെ. കേട്ടാ, വേഗം വരണേ. സ്റ്റോർ റൂമിൻ്റെയോ? നീ എങ്ങനെ അതിൽ ചെന്ന് പെട്ടേ? എടാ അതൊക്കെ ഞാൻ നേരിട്ട് കാണുമ്പോൾ പറയാം. നീ ഇപ്പം പെട്ടെന്ന് ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ നോക്ക്. ശരിയടാ. നീ ഇതെന്ത് നോക്കി നിൽക്കുവാ? നീ നിൻ്റെ ഫ്രണ്ട്സിനോട് വിളിച്ചു പറ ഇങ്ങോട്ടേക്ക് വരാൻ. എന്നാ ഫോൺ വേഗം വിളിച്ചു പറ. നിനക്കെന്താ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ? എന്തു പറ്റി? ഒന്നുമില്ല, ഞാൻ വിളിച്ചോളാം. ഹലോ നീള. എടാ അബി, നീ ഇതെവിടെ പോയി കിടക്കുമായിരുന്നു? മനുഷ്യൻ എത്രമാത്രം ടെൻഷൻ അടിച്ചെന്നോ. നിനക്ക് ആ ഫോൺ എടുത്തൊന്ന് വിളിച്ച് പറഞ്ഞൂടെ എവിടെയാണെന്ന്? നീ ഇതെവിടെയാ? എടീ അത് ഞാൻ നിന്നെ നേരിട്ട് കാണുമ്പോൾ പറയാം. നീ എന്തായാലും അവരെയും കൂടെ വിളിച്ചുകൊണ്ട് നമ്മുടെ കോളേജിലെ സ്റ്റോർ റൂമിലേക്ക് വാ. കോളേജിലെ സ്റ്റോർ റൂമിലോ? അവിടെ എന്തിനാ വരുന്നേ? അതൊക്കെ ഞാൻ നേരിട്ട് കാണുമ്പോൾ പറയാം. നീ എന്തായാലും അവരെയും വിളിച്ചുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ. ശരിയടാ. സൂര്യ, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് ഇപ്പോൾ പോകണോ? നീ എന്തൊക്കെയാ പറയുന്നേ? നമ്മളെന്താ ഇവിടെ വല്ല സ്ഥിരതാമസത്തിന് വന്നതാണോ? പോകാതെ പിന്നെ? അതല്ല, പോകാം. പക്ഷേ ഇപ്പം പോകണോ? എനിക്ക് നിൻ്റെ കൂടെ ഇരുന്ന് കൊതി തീർന്നില്ല, അതാണ് കാര്യം. അതിന് നമുക്ക് ഇതിനകത്ത് തന്നെ ഇരിക്കണമെന്നില്ലല്ലോ. പുറത്തിറങ്ങിയാലും ഒരുമിച്ചിരിക്കാമല്ലോ. പിന്നെന്താ? അതൊക്കെ പറ്റും. എന്നാലും ഇവിടെ പോലെ ആകുമോ നമ്മൾ രണ്ടുപേരും മാത്രം? നീ ആ സൗണ്ട് കേട്ടോ? ആരോ നമ്മുടെ വാതിൽ തുറക്കുന്ന പോലെ. അവർ വരാൻ നേരമായിട്ടില്ലല്ലോ. ഇനി ചിലപ്പോൾ സെക്യൂരിറ്റി ചേട്ടനായിരിക്കും. വാ നമുക്ക് പോയി നോക്കാം. രക്ഷപ്പെട്ടു, വാതിൽ തുറന്നല്ലോ. ഭാഗ്യത്തിന് സെക്യൂരിറ്റി ചേട്ടൻ നമ്മളെ രണ്ടുപേരെയും കണ്ടില്ല. നീ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നേ? വരുന്നില്ലേ? വാ നമുക്ക് പോവാം. വരാം. പിന്നെ സൂര്യ, മിസ് യു. ശരി, ഓക്കെ, നീ വാ, നമുക്കിപ്പോൾ പോവാം. വാ. നമ്മളിങ്ങനെ കണ്ട അവന്മാർക്കൊക്കെ അത്ഭുതമായിരിക്കല്ലേ. എന്തായാലും ഒരു ഷോക്ക് പ്രതീക്ഷിക്കാം. ഇതെന്താ? ഇനി ഞാൻ കാണുന്നതിൻ്റെ കുഴപ്പമാണോ? എടാ അഗി, ഞാൻ കാണുന്നതന്നെയല്ലേ നീയും കാണുന്നേ? അതേടാ. ഇതിപ്പോൾ സംഭവിച്ചു? എനിക്കെങ്ങനെ അറിയാനാ? ഞാനും ഇപ്പോൾ നിൻ്റെ കൂടെ തന്നെയല്ലേ ഇത് കാണുന്നേ. ഇതെന്താ? ഇവരെന്താ ഒരുമിച്ച്? എടാ ദീക്ഷത്തെ, നീ ഇത് നോക്കിക്കേ. അയ്യോ, ഇതെന്താ കാണുന്നേ? ഇവർ രണ്ടുപേരും എങ്ങനെ ഒരുമിച്ച്? അത് തന്നെയല്ല ഞാനും നിന്നോട് ചോദിച്ചേ. ഇതെന്താ ഇങ്ങനെ? നേരമൊന്ന് ഇരുട്ടി വെളുത്തപ്പോഴത്തേക്കും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്. ഇവർ തമ്മിൽ എനിക്കെന്നാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയ്യോ, എൻ്റെ തലയൊക്കെ കറങ്ങുന്നു. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ. ഇത് കണ്ടിട്ടെന്താ ഇവന്മാർ ഞെട്ടാത്ത? ഞങ്ങൾ ഒരു വട്ടം ഞെട്ടിയിട്ട് നിൽക്കുക. പിന്നെ എപ്പോഴെപ്പോഴും ഞെട്ടാൻ ഞങ്ങൾക്ക് വട്ടില്ല. ദൈവമേ, എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? അത് തന്നെ എനിക്കും മനസ്സിലാകാത്ത. എന്തായാലും അവന്മാർ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്, നമുക്ക് ചോദിക്കാം. ഇവന്മാരെന്തിനാ നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നേ? ചിലപ്പോൾ നമ്മളിങ്ങനെ ഒരുമിച്ച് കണ്ടിട്ടാവാം. എടാ സൂര്യ, എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? നിങ്ങളെന്താ ഒരുമിച്ച്? അത് തന്നെ ഞങ്ങൾക്കും അറിയണ്ട. എന്താ അബി ഇത്? ഓക്കെ, വെയിറ്റ്. സൂര്യ, നീ പറയുന്നോ അതോ ഞാൻ തന്നെ പറയണോ? നീ തന്നെ പറഞ്ഞോ അബി. എന്നാ ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും എന്താ ഒരുമിച്ചെന്നല്ലേ നിങ്ങൾക്ക് അറിയണ്ടേ? പറയാം. അങ്ങനെയൊക്കെ ഉണ്ടായാലെന്താ? ഈ രണ്ട് ആജന്മശത്രുക്കളും ഒന്നായില്ലേ. ഇനി നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും ഇടി കാണേണ്ട ആവശ്യമില്ലല്ലോ. അത് ശരിയാ, നീ എന്തായാലും പറഞ്ഞത്. ഞങ്ങൾ മാത്രമല്ല ഒന്നായത്, നമ്മളെല്ലാവരും കൂടെയാ. ഇനി നമ്മളല്ല ഒരു ഒറ്റ ഗാങ്ങാ, അല്ലേ സൂര്യ?
അങ്ങനെയല്ലേ? ഉം. ആ, അതൊക്കെ പോട്ടെ. കൂട്ടത്തിൽ ഒരാളെ കാണുന്നില്ലല്ലോ. ആ, മനു എന്തേ? അവനെവിടെ? അവൻ വന്നില്ലേ ഇങ്ങോട്ട്? ഓ, അവൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നേ ഭേദോടാ. അവൻ്റെ അടുത്ത് ഏതോ ആസാമി എന്തോ എന്നും പറഞ്ഞ് ഇന്നലെ രാത്രി മുതൽ ഒറ്റക്കാലിൽ നിന്ന് ഇന്ന് വെളുപ്പിനെ വരെ എന്തോ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ രാത്രി മുതൽ രാവിലെ വരെ നിന്നതല്ലേ. അങ്ങനെ തലകറങ്ങി വീണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ട്രിപ്പിട്ട് കിടത്തിയേക്കുക. ആസാമിയോ? ആ, എന്നിട്ട് ഇപ്പം അവൻ എങ്ങനുണ്ട്? കുറവുണ്ടോ? ഞങ്ങളിങ്ങോട്ട് വരുന്നത് വരെ അവന് ബോധം വീണിട്ടില്ല. ട്രിപ്പിട്ട് കിടത്തിയേക്കുവാ. ഞങ്ങൾ ആവുന്നത്ര പറഞ്ഞാ അത് ചെയ്യണ്ടെന്ന്. ഏതൊരു കുണ്ടലസ്വാമിയാ ആരാ പറഞ്ഞിട്ട് ചെയ്താന്നാ പറഞ്ഞേ. നിനക്കറിയാലോ അവൻ്റെ സ്വഭാവം. നമ്മൾ പറഞ്ഞാൽ ഒന്നും അവൻ കേൾക്കില്ലെന്ന്. ആ ആസാമീനെ വല്ല എൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഇടിച്ചവൻ്റെ ഷേപ്പ് ഞാൻ മാറ്റിയേനെ. ആ, അതൊക്കെ പിന്നെ നോക്കാം. നമ്മളെല്ലാവരും ഇന്ന് ഒന്നിച്ച ദിവസമല്ലേ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ എന്തിനാ നമ്മുടെ സന്തോഷം കളയുന്നേ? നമുക്കെല്ലാവർക്കും കൂടി ഇന്ന് അടിച്ച് പൊളിക്കാന്നേ. എന്താ നില, അതല്ലേ വേണ്ടേ? ഞാൻ പറഞ്ഞതല്ലേ ശരി. എന്താ നിലയുടെ അഭിപ്രായം? എന്നാൽ ഞങ്ങൾ ക്യാൻറ്റീനിലേക്ക് പോവാണേ. നല്ല വിശപ്പ്. നിങ്ങൾ ക്യാൻറ്റീനിലേക്ക് വന്നേക്ക് കേട്ടോ. ആ, അങ്ങനെ അവർ പോയി. പിന്നെ നില, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അവർ തമ്മിൽ ഒന്നായ സ്ഥിതിക്ക് നമുക്ക് ഒന്നൊന്നായാലോ? എൻ്റെ കാലിൽ ചെരുപ്പാണ് കിടക്കുന്നത്. അത് മുഖത്ത് പതിയുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പോവാൻ നോക്ക്. വേണ്ടായിരുന്നു, ചോദിച്ച് വാങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകും തോറും അവരെല്ലാം ഒരുപാടടുത്തു. എല്ലാവരും ഒരുമിച്ച് കറങ്ങാൻ പോകലും അങ്ങനെ ഒത്തിരി ഒത്തിരി കൂട്ടായി. കൂടാതെ നമ്മുടെ സൂര്യയുടെ അഭിയുടെ കാര്യം പറയണ്ട. അവർ രണ്ടുപേരും ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ട് അടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ നിലയും അഖിലും അവരുടെ ഫ്ലേറ്റിങ് ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അഖില് നിലയെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. എടാ അബി, നീ അറിഞ്ഞ ആ വിശ്വ വന്നിട്ടുണ്ട് സസ്പെൻഷനും കഴിഞ്ഞ്. വന്നപ്പോൾ തന്നെ അവൻ്റെ തോന്നിവാസം തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും നാൾ അവനില്ലാഞ്ഞുകൊണ്ട് എല്ലാം നന്നായിട്ട് പോവുമായിരുന്നു. ഇനി എന്തൊക്കെയാണോ ഉണ്ടാകാൻ പോണേ. ഞാൻ അറിഞ്ഞടാ. എനിക്കതല്ല, അവൻ ചെന്നാൽ സൂര്യയുടെ കണ്ണിൽ പെടായിരുന്നാൽ മതി. സൂര്യയുടെ സ്വഭാവം അറിയാമല്ലോ. ഇവൻ എന്തെങ്കിലും പിറപ്പ് കാണിക്കുന്ന കണ്ടാൽ അവനത് ദഹിക്കില്ല. അവൻ കയറി പിന്നെ അടിയുണ്ടാക്കും. പിന്നെ അത് വലിയ ഇഷ്യൂ ആകും. ഒന്നാമത്തെ ഫൈനൽ ഇയറാ. ഈ വിശ്വയ്ക്കത് എന്തിൻ്റെ കേടാണെന്ന് അറിഞ്ഞില്ലല്ലോ. എന്തായാലും അവൻ വന്നിരിക്കുന്നത് രണ്ടും കൽപ്പിച്ച. അതവൻ്റെ വരവ് കണ്ടാലറിയാം. അവന് സൂര്യയുടെ കയ്യിൽ നിന്ന് എത്ര കിട്ടിയാലും പഠിക്കില്ല. മേടിച്ചു കൂട്ടട്ടെ. ഞാൻ എന്തായാലും സൂര്യപ്പോയി നോക്കട്ടെ. എന്താ മോളെ ഇങ്ങനെ മടിച്ച് നിൽക്കുന്നത്? ചേട്ടൻ ചോദിച്ച സാധനം തന്നാൽ മോക്ക് പോകാമല്ലോ. ഒരു കിസ്സല്ലേ ചോദിച്ചുള്ളൂ. തന്നാൽ മോക്ക് പെട്ടെന്ന് തന്നെ പോകാം. കിസ് ഞാൻ തന്നാൽ മതിയോ? ഇതാര്? സൂര്യയോ? ഞാൻ വിചാരിക്കുമായിരുന്നു എന്താ ഇത്ര നേരമായിട്ട് കാണാത്തേന്ന്. ഞാൻ വല്ലാണ്ട് മിസ് ചെയ്തു കേട്ടോ നിന്നെ. അത് കൊള്ളാലോ, മിസ് ചെയ്തോ? എന്നാൽ നമുക്ക് അതങ്ങ് മാറ്റിയാലോ? എന്താണ് സൂര്യക്ക് ഇത്ര ധൃതി? പോയിട്ട് ആരെങ്കിലും കാണാനുണ്ടോ? നിൽക്ക്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഞാനിവിടെ കോളേജിൽ വന്നപ്പോൾ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അതൊക്കെ ഒന്ന് ചോദിക്കട്ടെ. ഞാനേ ഈ കോളേജിലേക്ക് വന്നപ്പോൾ ഒരു ന്യൂസ് കേട്ടു. അത് കേട്ടപ്പോഴേ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല.
കേട്ട എന്തെന്ന് വെച്ചാൽ നീയും നിൻ്റെ ആജന്മശത്രു ഉണ്ടല്ലോ അഭിജിത്തും നിങ്ങൾ രണ്ടുപേരും അങ്ങ് സെറ്റായെന്ന്. അതെങ്ങനെയാ? അതാ എനിക്കൊട്ടും മനസ്സിലാകാത്ത. ഇത്രയും ശത്രുതയിലായിരുന്ന നിങ്ങൾ ഇത്ര പെട്ടെന്ന് എങ്ങനെയാ ഈ രീതിയിൽ അടുത്തത്? എനിക്ക് തോന്നുന്നേ അവൻ നിന്നെ നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന്. അതല്ലേ നീ ഇത്ര വേഗം അവൻ്റെ കൂടെ അടുത്തത്. ഒരു കാര്യം പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല. അവനെ കണ്ട ആർക്കാ ഒന്ന് ഇതാകാൻ തോന്നാത്തേ? അവനെ കണ്ടാൽ തന്നെ അറിയില്ലേ, ചുവന്ന് നല്ല തക്കാളിപ്പഴം പോലെ ഇരിക്കുന്നത്. അപ്പം നീയല്ല, ഞാനാണെങ്കിൽ പോലും വീണു പോവും. പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് വിഷമമുള്ളൂ സൂര്യ, നീ ഇങ്ങനെ അവനെ ഒറ്റയ്ക്ക് വെച്ച് അനുഭവിക്കാതെ എനിക്കും കൂടെ ഒന്ന് താ, ഞാനും കൂടെ ഒന്ന് നോക്കട്ടെ അവൻ എങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് എനിക്കിഷ്ടപ്പെട്ട നമുക്ക് രണ്ടുപേർക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ അങ്ങ് പോകാമെന്നേ. എന്താ, ഓക്കെ ആണോ? ഓ, നന്നാകാൻ സമ്മതിക്കില്ലല്ലേ നീയൊക്കെ. വേണ്ടെന്ന് വെക്കുമ്പോൾ തലക്കറി നിരങ്ങുന്ന. ഇത്രയും സഹകരിച്ചാൽ മതിയാടാ? അല്ല, ഇനിയും വേണം സഹകരണം? പറയടച്ചറ്റെ. എന്താ നിനക്കിപ്പോൾ ഒന്നും പറയാനില്ലേ? നിൻ്റെ നാവെന്താ ഇറങ്ങിപ്പോയാ? പറയടച്ചറ്റെ, നിനക്കിപ്പോൾ വേണ്ടേ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്? പറയടാ. സൂര്യ, നീ വന്നോ? ഈ ചെറ്റ നിന്നെക്കുറിച്ച് എന്താ പറഞ്ഞെന്നറിയാവോ? ഇവനെ ഞാൻ ഇന്ന് ജീവനോട് വെച്ചേക്കില്ല. സൂര്യ, മതി, നിർത്ത്. സൂര്യ, നിന്നോടല്ലേ പറഞ്ഞ് നിർത്താൻ? മതി. എന്തിന്? അവൻ നിന്നെക്കുറിച്ച് പറഞ്ഞെന്താണെന്നറിയാവോ? ഈ ചെറ്റേനെ ഞാനിത് വെറുതെ വിടില്ല. സൂര്യ, നിന്നോട് നിർത്താനാണ് ഞാൻ പറഞ്ഞത്. അവൻ എന്നെക്കുറിച്ച് എന്തും പറഞ്ഞോട്ടെ, അതിന് നിനക്കെന്താ? എനിക്കറിയാം അത് ചോദിക്കാൻ, അല്ല നീ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിന്നോട് നിർത്താൻ പറഞ്ഞാൽ നീ അങ്ങ് നിർത്തിയാൽ മതി, കേട്ടല്ലോ? എന്തിനാ അബി അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞേ? അവൻ ശരിക്കും ദേഷ്യപ്പെട്ടാ പോയിരിക്കുന്നത്. അവൻ്റെ സ്വഭാവം നിനക്കറിയാലോ. അത് ശരിയാ. എടാ അബി, നീ എന്തിനാ അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞ ശരിക്കും കൂടിപ്പോയോട്ടല്ലോ. നിനക്കെന്താടാ അബി, നിൻ്റെ തലയ്ക്ക് ഓളാണോ? നീ എന്തിനാ അവനോട് അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞേ? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? കഴിഞ്ഞ വട്ടം വിശ്വയ്ക്ക് സസ്പെൻഷൻ കൊടുത്തപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞ എന്താണെന്ന് നിങ്ങളും കേട്ടതല്ലേ. ഇനി സൂര്യയും വിശ്വയും തമ്മിൽ ഒരു അടിയുണ്ടായ വിശ്വയ്ക്ക് മാത്രമല്ല സസ്പെൻഷൻ കൊടുക്കുന്നത്, സൂര്യയ്ക്കും കൂടെ എന്നല്ലേ പറഞ്ഞേ. ഒന്നാം നമ്മൾ ഫൈനൽ ഇയറാണ്. ഇനി അവൻ സസ്പെൻഷൻ കൂടെ കിട്ടിയാൽ മര്യാദയ്ക്ക് എക്സാം പോലും എഴുതാൻ പറ്റില്ല. അതാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേ. ഞാൻ അങ്ങനെ പറഞ്ഞാലും അവൻ കേൾക്കൂ. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ അത്തരത്തിൽ പറഞ്ഞതുകൊണ്ടാണ് അവൻ ദേഷ്യപ്പെട്ടിട്ടാണെങ്കിലും അടി നിർത്തി പോയത്. ഇല്ലെങ്കിൽ ഇപ്പോൾ പ്രിൻസിപ്പാളെല്ലാം അറിഞ്ഞ് ആകെ പ്രശ്നമായേനെ. സോറിയടാ, കാര്യം അറിയാതെ. ശരിയാ, സോറി അബി. അതൊന്നും സാരമില്ലടാ. അതൊക്കെ പോട്ടെ. പൊന്നുമോനിനി എങ്ങനെ അവൻ്റെ പിണക്കം മാറ്റും? പോയിരിക്കുന്നതേ സൂര്യയാണ്. അവൻ്റെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. ശരിയാ, അവൻ നിന്നെ പഞ്ഞിക്കിടാൻ നോക്കിക്കോ അബി. പോടി ഷോമെ, കൊരുന്നാക്കളത്ത് വളയ്ക്കല്ലേ. അവൻ്റെ പിണക്ക് എങ്ങനെ മാറ്റേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട കേട്ടാ. നീ എത്രയൊക്കെ വിളിച്ചാലും ഞാൻ എടുക്കാൻ പോണില്ല, നോക്കിക്കോ. വിളിക്ക്, നല്ലോണം വിളിക്ക്. എടുക്കില്ലല്ലേ ഞാൻ വിളിച്ച? എടുക്കുന്നവരെ ഞാൻ വിളിക്കും. ഇവൻ ഒരു നടയ്ക്ക് പോകുമെന്ന് തോന്നുന്നില്ല. എടുക്കണോ? എടുക്കാം. എന്താ നിനക്ക് വേണ്ടേ? എന്താ നീ വിളിച്ചോണ്ടിരിക്കുന്നത്?
നീയല്ലേ നേരത്തെ ഉണ്ടാക്കി പറഞ്ഞത് നിൻ്റെ കാര്യമൊന്നും ഞാൻ തിരക്കണ്ടെന്ന്. പിന്നെ നീ എന്തിനാ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്? ഇങ്ങനെ ദേഷ്യപ്പെടാതെടോ മാഷേ. എനിക്ക് വേണ്ടത് നിന്നെയാ. എന്താ തരുമോ? രാത്രി വിളിച്ചിട്ട് നിൻ്റെ മറ്റേടത്ത് സംസാരം നിർത്തിക്കോ. എൻ്റെ ടമ്പർ തെറ്റിയിരിക്കുവോ കേട്ടല്ലോ. എനിക്ക് ദേഷ്യം വന്നാൽ എന്താ പറയുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. ഓക്കെ, ദേഷ്യപ്പെടാൻ വരട്ടെ. അതിനു മുമ്പ് ഞാൻ പറയുന്ന ഒന്ന് കേട്ടൂടെ? ഓ, എന്താ നിനക്ക് പറയാനുള്ളത്? പറഞ്ഞു തോലയ്ക്ക്. ഇപ്പം മനസ്സിലായ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്? ഇത് കേട്ട് കഴിഞ്ഞിട്ടും എന്നോട് ദേഷ്യമാണോ? ദേഷ്യമൊന്നുമില്ല. പിന്നെ നീ അങ്ങനെയൊക്കെ പറയാൻ പാടില്ലായിരുന്നു. ഓക്കെ, എന്നാൽ സോറി. ഇനി പിണക്കം മാറ്റുമോ പ്ലീസ്? ഓക്കെ. ആ, എന്നാ വാതിൽ തുറക്ക്. എന്താ? കേട്ടില്ലേ? നിൻ്റെ മുറിയുടെ ഡോറ് തുറക്കാൻ ഞാൻ നിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലുണ്ട്. സൂര്യ, നീ അവിടെ എന്തെടുക്കുവാ? വേഗം തുറക്ക്. ഓ, വരുന്നു. നീ അവിടെ കിടന്ന് അലറാതെ. ഹായ്. ഓ, അവിടെ നിൽക്കാത്ത വേഗം കയറിങ്ങോട്ട്. ആ, വരുമല്ലേ. നൈസ് റൂം. കൊള്ളാലോ. ഓ, ഒന്ന് പതുക്കെ. പപ്പയും മമ്മിയൊന്നും ഉറങ്ങിയിട്ടില്ല. നീ പതുക്കെ സംസാരിക്കേ. ഓക്കെ ഓക്കെ. നീ എന്തിനാ ഈ ടൈമിൽ ഇപ്പം ഇങ്ങോട്ട് വന്നേ? ആരെങ്കിലും കണ്ടിരുന്നെങ്കിലാ. ആര് കാണാനേ രാത്രിയിൽ? പിന്നെ എൻ്റെ ബണ്ണിക്കുട്ടിയോടെ പിണങ്ങിയിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ അവിടെ മനസ്സമാധാനത്തോടെ ഇരിക്കുന്നത്? അതാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. ആ, ഓക്കെ. ഇപ്പം എന്തായാലും പിണക്കമൊക്കെ മാറിയല്ലോ. നീ ചെല്ലാൻ നോക്ക്. ഞാൻ പോവില്ല. എനിക്ക് പേടിയാ. ഒന്നാമത് രാത്രി. നിനക്കെന്താ ഒരു മനസാക്ഷിയില്ലേ? നിനക്കിപ്പോൾ വന്ന് വന്ന് എന്നോട് ഒരു സ്നേഹവും ഇല്ല. ഞാൻ പോവില്ല ഈ രാത്രി. ഈ രാത്രി തന്നെയല്ലേ നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ? പിന്നെ നിനക്ക് തിരിച്ചു പോയാലെന്താ? നീ വന്ന പോലെ അങ്ങ് പോയാൽ പോരെ? അതൊന്നും പറ്റില്ല. എനിക്ക് പേടിയാ. അത് ഞാൻ നിന്നെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഓടി വന്നയാ. ഇനി എനിക്ക് പോവാൻ പേടിയാ. ഞാൻ പോത്തില്ല. എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഒന്ന് പോയി കിടക്കട്ടെ. വരുന്നില്ല കിടക്കാൻ? ഇത് എൻ്റെ വീടാ അതാ അവൻ്റെ വീടാ?